നമസ്കാരം. പ്രധാന വാർത്തകൾ. കാലാവധി കഴിഞ്ഞിട്ടും ഒഴിയാതെ വയനാട് DTPC സെക്രട്ടറി. കരാർ കാലാവധി പൂർത്തിയായി ആഴ്ചകൾ കഴിഞ്ഞിട്ടും പദവി ഒഴിയാതെ വയനാട്ടിലെ DTPC സെക്രട്ടറി. നവംബർ 19-ന് കരാർ കഴിഞ്ഞ അജേഷ് KG അനധികൃതമായി പദവിയിൽ തുടരുന്നതിനിടെ ഫയലുകളിൽ ഒപ്പിടുകയും യോഗങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അജേഷിന്റെ കാലാവധി നീട്ടി നൽകിയിട്ടില്ലെന്നും തുടരുന്നത് അനധികൃതമായിട്ടാണെന്നും DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറും സ്ഥിരീകരിച്ചു. DTPC സെക്രട്ടറി എന്ന നിലയിൽ അജേഷിന് സർക്കാർ അനുവദിച്ച നിയമനത്തിന്റെ കരാർ അവസാനിച്ചിട്ട് 14 ദിവസം കഴിഞ്ഞു. എന്നിട്ടും പിരിഞ്ഞു പോകാതെ അനധികൃതമായി പദവിയിൽ തന്നെ തുടരുകയാണ് അജേഷ്. ഇതിനോടകം 3 വർഷം DTPC സെക്രട്ടറി എന്ന തസ്തികയിൽ വയനാട്ടിൽ അജേഷ് ജോലി ചെയ്തു. നവംബർ 19-നായിരുന്നു കരാർ പ്രകാരമുള്ള അവസാന ദിവസം. സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രക്കാരന്റെ പരിക്ക്. കോഴിക്കോട് മാവൂർ പന്തീരാങ്കാവിന് സമീപം പന്നിയൂർകുളത്ത് ബസും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രക്കാരന് സാരമായി പരിക്കേറ്റു. അറപ്പുഴ സ്വദേശി മുഹമ്മദ് സാലിഹിനാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. പെരുമണ്ണ ഭാഗത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും എതിർദിശയിൽ വന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ആലപ്പുഴ വാഹനാപകടം. വാഹന ഉടമയെ ചോദ്യം ചെയ്യും. ആലപ്പുഴ വാഹനാപകടത്തിൽ വാഹന ഉടമയെ ചോദ്യം ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ്. വിദ്യാർത്ഥികൾ ഉപയോഗിച്ച വാഹനം സ്വകാര്യ വ്യക്തിയുടേതാണ്. വാഹനം വാടകയ്ക്ക് നൽകാനുള്ള ലൈസൻസ് വാഹന ഉടമയ്ക്കില്ല. വാടകയ്ക്ക് നൽകിയതാണോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. നിലവിൽ കാർ ഉടമയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണുള്ളത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഇയാളെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. 2010 രജിസ്ട്രേഷനാണ് വാഹനം. വാഹനത്തിന്റെ പേപ്പറുകളുടെ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. റെന്റേ കാർ അല്ലെങ്കിൽ റെന്റേ ക്യാബ് എന്ന തരത്തിലുള്ള ലൈസൻസ് വാഹനത്തിനില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾക്ക് വാഹനം നൽകിയെന്ന കാര്യം കാർ ഉടമ വ്യക്തമാക്കേണ്ടി വരും. എത്രയും വേഗം ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പോലീസ് അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട്. നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ തൊഴിലാളിയുടെ മൃതദേഹം. കൊലപാതകമെന്ന് സംശയം. കണ്ണൂർ അഴീക്കലിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സംശയിക്കുന്നതായി പോലീസ്. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് സമീപം തലയിൽ കല്ലുവീണ നിലയിലാണ് മൃതദേഹമുള്ളത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അഴീക്കൽ ബോട്ടുപാലത്തിന് സമീപം നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മരിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. എന്നാൽ പേരോ മറ്റു വിവരങ്ങളോ അറിയാൻ സാധിച്ചിട്ടില്ല. പോലീസ് സ്ഥലത്തെത്തി സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കിടക്കയിൽ മൂത്രമൊഴിച്ചു. 2 വയസ്സുകാരിയോട് ക്രൂരത. ആയമാർ അറസ്റ്റിൽ. ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയോട് കൊടും ക്രൂരത. 3 ആയമാർ അറസ്റ്റിൽ. അജിത, മഹേശ്വരി, സിന്ധു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കിടക്കയിൽ മൂത്രമൊഴിച്ചു എന്നാരോപിച്ച് 2.5 വയസ്സുകാരിയെ ആയമാർ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു. 3 പേർക്കെതിരെയും പോക്സോ കേസാണ് ചുമത്തിയിരിക്കുന്നത്. കുഞ്ഞിനെ ഉപദ്രവിച്ചതിനും ഉപദ്രവിച്ച കാര്യം മറച്ചുവെച്ചതിനുമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.